ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും നല്ല പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ സ്വന്തം അയില നമ്മൾ മല്ലിയിട്ട് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വലിയൊരു സവാള, അതുപോലെ തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ പുളി, 2 തരം പുളിയും ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനിലിടുന്ന വാളം പുളിന്ന് അങ്ങനെ എന്തോ പറയും, എനിക്ക് ശരിക്കും പേരറിഞ്ഞൂട കേട്ടോ. അപ്പോൾ മീൻ പുളി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, സാധാരണ പുളി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അയിലേൻ്റെ കഷ്ണങ്ങൾ ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പം നമ്മുടെ ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോഴേക്കും ഇതിന് കുറച്ച് കഷ്ണങ്ങൾക്കെല്ലാം ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ സാധാരണ മീൻ കറിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഈ ചെയ്യുന്നതിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കട്ടിങ് പ്രോസസ്സ് ഉണ്ട്. ആദ്യം ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒന്ന് ക്യൂബ്സായിട്ടൊന്ന് അരിഞ്ഞാൽ മതി, കാരണം ഇത് നമ്മൾ വഴറ്റിയെടുക്കാൻ പോവാണ്. ഇതാണ് ഇതിലെ മെയിൻ ടേസ്റ്റ്. ഈ കറിക്കൊരു വ്യത്യാസം തോന്നുന്നത് തന്നെ ഈ ഒരു സ്റ്റെപ്പാണ്. അപ്പം നമ്മൾ സവാള നല്ലതായിട്ട് ഞാൻ പറഞ്ഞ പോലെ എങ്ങനെയും കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സ്പെസിഫിക് ഇതൊന്നുമില്ല, നമ്മൾ വഴറ്റുന്ന കാരണം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ റഫായിട്ടൊന്ന് ഞാനിങ്ങനെ ചോപ്പ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സവാള ഞാനൊരു വഴറ്റാൻ വേണ്ടിയുള്ള ചെറിയ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് അധികം കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലേൻ്റെ എമൗണ്ട് കുറച്ച് നല്ലോണം തന്നെ വേണം. അപ്പോൾ സവാളയും ഞാൻ ഒരു സവാള, വലിയൊരു സവാള എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി ഇതിപ്പോൾ ഒരു 1/2 കിലോയിൽ കുറച്ചധികമായിട്ടേ വരുള്ളൂ ഫിഷിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സവാളേൻ്റെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് അധികം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് വഴന്ന് വരണം നമുക്ക് ഉള്ളി. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഉള്ളി നല്ലതായിട്ട് വഴന്ന് വരണം, അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് മീനിലേക്ക് ആവശ്യമുള്ള സവാളയും തക്കാളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഞാൻ ഇതുപോലെ നേർത്ത കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഫിഷിലേക്കൊക്കെ അരിയുന്ന അതേപോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക് ഞാൻ ഇടുന്നുള്ളൂ, ബിക്കോസ് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ടല്ലോ. ഒത്തിരി എരിവ് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. ആക്ച്വലി മീൻ കറിയൊക്കെ ഇച്ചിരി എരിവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ തക്കാളി ഞാൻ കുറച്ച് ചെറിയ പീസസ് ആയിട്ടാണ് ഇവിടെ അരിയുന്നത്, കാരണം മക്കളത് അല്ലെങ്കിൽ എടുത്ത് കളയും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സാധാരണ നമ്മൾ അരിയുന്നത് ഇച്ചിരി വലിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സവാളയും കറിവേപ്പിലയും ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ നല്ലൊരു കളർ മാറി നന്നായിട്ട് വാടി വരണം, അതുവരെ നമ്മളിതുപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചും കൂടി അടുത്ത് ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 1/2 to 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഇത് നല്ലതായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നല്ല ആ മൂത്ത മണം വരണം, മസാലയൊക്കെ നല്ല ചൂടായിട്ടുള്ള മണം വരണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അടിക്ക് പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് പാകത്തിൽ വരും. ഇതിനകത്തേക്ക് നന്നായി മൂത്ത് കഴിയുമ്പം ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കുക. വളരെ കുറവ് മതി കേട്ടോ. ഇവിടെ ഒരു 3 സ്പൂൺ തേങ്ങ ഞാൻ ഇട്ട് കാണുള്ളൂ, എടുത്ത തേങ്ങ ഫുൾ ഇട്ടിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് തേങ്ങ ഇതിന് ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് തേങ്ങ ബ്രൗൺ ആവോ ഒന്നും ചെയ്യേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളത് അരയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, തണുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പിലൊരു നല്ല മൺചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് മുറിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുതിർത്ത് വെച്ച് 2 ടൈപ്പ് പുളിയും ഇട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് വേവാൻ വേണ്ടിയുള്ള വെള്ളം തൽക്കാലം അത്ര ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മെയിൻലി ഞാൻ എപ്പം പറയുന്ന പോലെ കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് അത് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ വെക്കുക. ഈ സമയത്ത് നമ്മുടെ വഴറ്റിയ സവാള നല്ല തണുത്തിട്ടുണ്ട്. ഈ മസാല നമുക്കൊന്ന് റെഡിയാക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല
പേസ്റ്റ് പോലെ അരിഞ്ഞു വരണം കേട്ടോ. ഇതുപോലെ കൺസിസ്റ്റൻസിയിലൊന്ന് അരഞ്ഞു വരണം. ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു തവി വെച്ചിട്ട് ഇതുപോലെ തക്കാളിക്ക് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പും പാകമെല്ലാം നോക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് ഇത് കുക്ക് ചെയ്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഫിഷിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കണം, ഓൾറെഡി കഷ്ണത്തിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഗ്രേവിയിലേക്ക് ബാക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാൻ. അപ്പം മുറിച്ച് വെച്ച എല്ലാ മീൻ കഷ്ണങ്ങളും ഞാനിതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യുക. മീനൊക്കെ ഒത്തിരി നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പം നമുക്കൊരു തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മറിച്ചിടാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ ചട്ടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ അരച്ച് വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കാമെന്ന്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഗ്രേവിയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി വേണ്ടത്, ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ ഇളക്കി മീൻ ഉടഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ ഏറ്റവും എളുപ്പം നമ്മൾ ചട്ടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചട്ടി ഭയങ്കര ചൂടാണ്. ഇനി നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മുടെ ഈ അരപ്പൊന്ന് കുക്ക് ചെയ്യണം, ഒന്ന് വെന്ത് വരണം അരപ്പൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2-3 മിനിറ്റ്സ് ഇതുപോലെ അടിച്ചു വെച്ചിട്ട് 2 മിനിറ്റോളം കുക്ക് ചെയ്യണം. ആ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും വെള്ളമൊക്കെ പാകത്തിനായോ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ അടിച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം കുക്കിംഗ് ടൈം ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം നമ്മുടെ അരപ്പൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കറീൻ്റെ ആ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇതിൽ ഈ മല്ലിയൊക്കെ അരച്ചിട്ടുകൊണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ഒരു മീൻ കറി നമുക്കിങ്ങനെ ടെംപ്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ടേസ്റ്റും മണമൊക്കെ നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റിയാണ് ഇത്. നമുക്ക് കപ്പയുടെ ഒന്നിച്ചും അതുപോലെ ചോറിൻ്റെ ഒന്നിച്ചും ഒക്കെ, പിന്നെ ദോശയുടെ ഒന്നിച്ച് വെറും അരി വെച്ചിട്ട് അരച്ചെടുക്കുന്ന ദോശയുടെ ഒന്നിച്ചൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഈ ദോശ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലുണ്ട് കേട്ടോ, ഒന്ന് പോയി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, ഉഴുന്നില്ലാതെ അരയ്ക്കുന്ന ദോശയാണ്. അപ്പം നമ്മൾ ഈ കറിക്ക് ലാസ്റ്റായിട്ട് താളിപ്പിട്ട് കൊടുക്കാമെന്ന്. വെളിച്ചെണ്ണയിൽ തന്നെ കടുക്, വറ്റൽമുളക്, അതുപോലെ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ ഇതിൽ താളിപ്പിലിടുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഇത് മസ്റ്റായിട്ട് ഇടണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻ കറി റെഡിയാണ്. ഇത് ആക്കി വെച്ചിട്ട് നമ്മളൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും കഴിക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റാണ്. ലാസ്റ്റിൽ ഞാൻ ഇച്ചിരി ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ മീൻ കറി വ്യത്യസ്ത രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലെ ചെയ്തു നോക്കണേ. എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ എനിക്ക് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു, ബൈ.